C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദേവാ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലേ നീ അമേരിക്കയിലേക്ക് ഓടിയത്? അച്ഛമ്മയെ കാണാൻ വന്നിട്ട് കല്യാണത്തിന് സമ്മതിച്ചത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേ ചൂടിൽ തന്നെ നമുക്ക് നല്ലൊരു ബന്ധവും കണ്ടെത്തണം. ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അച്ഛ, ജന്മാന്തരങ്ങളുടെ ബന്ധമാണ് കല്യാണം. അത് രണ്ട് കുടുംബങ്ങളുടെ സംഗമമാണ്. ഇങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. ഒരാളെ കണ്ട് ഇഷ്ടപ്പെടാതെ പിന്നെ എങ്ങനെ കല്യാണം കഴിക്കാം? കല്യാണം കഴിഞ്ഞെന്നെ ഇഷ്ടപ്പെട്ടേക്കണം. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ മോനെ? അതിപ്പോ ചോദിച്ച ഉടനെ അങ്ങ് പറയൂ. ഡബിനെ, നീ വായടക്ക്. ദേവാ, എന്ത് നടന്നാലും അത് നിന്റെ പൂർണ്ണ മനസ്സോടെ നടക്കൂ. ഓക്കെ? ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ കല്യാണം നടന്നത്. ഇനി മറ്റൊരു വീൽ ചെയറും കൂടി വാങ്ങേണ്ടി വരുമോ ആവും. ഊർമിളേ, എന്താ അച്ഛമ്മേ, പറഞ്ഞ ഉടനെ അതങ്ങ് നടക്കണമെന്നൊന്നുമില്ലല്ലോ. ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ചുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇന്ന് സ്വപ്നങ്ങളിൽ മാത്രമായി. എന്തൊക്കെയായിരുന്നു എന്റെ കല്യാണത്തിന്. കെട്ടിയോന് കാലം അനക്കാൻ പറ്റാത്തപ്പോ എന്റെ കാലം ഞാനെങ്ങനെയാ? ഇതിലും കാര്യമായിട്ട് ഇതിനെ അവതരിപ്പിക്കേണ്ടതില്ലല്ലോ. അതെ ഏട്ടതിമ്മ, എല്ലാ സ്നേഹബന്ധത്തിനും കുട്ടികളുണ്ടാവണമെന്നില്ല. ഭർത്താവിന്റെ മകനെ പോലെ നോക്കുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. അജയേട്ടൻ ഏട്ടത്തിയമ്മയെ അമ്മയെ എന്ന് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കുണ്ടാവുന്ന കുഞ്ഞിനേക്കാൾ കൂടുതലായി നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്നതിന് മഹത്വം ഒത്തിരി വരിക. എല്ലാം പോസിറ്റീവായി കാണാൻ ഒന്ന് ശ്രമിച്ചൂടെ ഏട്ടത്തിയമ്മ? ദേവാ, ചില കാര്യങ്ങൾ മാറി നിന്ന് ഉപദേശിക്കാൻ എളുപ്പോ, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ പെടച്ചില് മനസ്സിലാവും. മലന്ന് കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അത് ചെയ്തതൊക്കെ നിന്റെ ഏട്ടനും ചെയ്യാറുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.